മനസ്സിലായി വായിലിടും ചിലപ്പോ പലതിലിടും മനസ്സിലായി നീ ഇവിടെ ഹോസ്റ്റലാണ് ചെറുക്കാനല്ലേ ഇവിടെ കൊണ്ടുവിടെ നിർത്തിയേക്കുന്നത് മനസ്സിലായ വിവരമില്ലേ മനസ്സിലായില്ലേ നീ കൊണക്കണ്ട നീ കൊണക്കാതെ ഉത്തരം പറഞ്ഞത് മനസ്സിലായില്ലേ വീണ്ടും കുറച്ചുകൊണ്ടിരിക്കരുത് നിന്നോട് കാര്യം പറഞ്ഞു മനസ്സിലാവുന്നില്ലേ മൊണ്ണയാണോ നീ ഒരു മിനിറ്റ് നീ ഇങ്ങോട്ട് വന്നാ നീ ആ വെള്ളത്തിന്റെ നടുക്കോട്ട് കയറുന്നില്ലേ ഇതാ കുട്ടാ നിന്റെ പേരെന്തോ ആ അവിടെ ആ വെള്ളത്തിന്റെ നടുക്ക് കുനിഞ്ഞങ്ങിരുന്നോ കുറച്ച് വെള്ളം കയറട്ടെ അപ്പൊ തല തണുക്കും നീ എന്തൊരു ഷൂടങ്ങൂരിക്കാണ് നീ ആര് നീ ഞാൻ സംസാരിക്കാൻ പറഞ്ഞത് പറഞ്ഞിരുന്നതാണ് അപ്പോഴേക്ക് താളം അടി സിറ്റുവേഷൻ എന്തോന്ന് അറിയാമോടാ ഞാനും അലക്സും മറ്റേ വണ്ടി ഞാൻ വണ്ടിക്കകത്തിരിക്കുകയായിരുന്നു ഞാനും അലക്സും കൂടെ KVP-യുടെ ഗ്യാങ് ഹൗസിൽ തിരിച്ചു വരിക ഇവന്മാര് അപ്പുറത്തൂടെ വന്ന് നമ്മളെ എടുത്ത് ഇടിച്ച് പറമ്പി കളഞ്ഞു ആര് കണക്ട് ആക്കാൻ ഇപ്പൊ ഒരു കാര്യം പറയട്ടെ ഹലോ കുറുപ്പണ്ണോയ് ഇവന്മാര് പേര് സൈഫർ അല്ലേ സോബറ എന്തോ ആ ഗ്യാങ് ഇവന്മാരുടെ പേരണോമാരൊക്കെ കൊണ്ട് ഞങ്ങളുടെ പേര് പനിയല്ല കപ്പലണ്ടി ഞാൻ കപ്പലണ്ടി എന്ന് പറയിപ്പിക്കണേ അല്ലേ നമ്മുടെ കപ്പലിന്റെ വക സോറി എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിയുമ്പോ വിളിക്കൂന്ന് പറഞ്ഞാൽ റേഡിയോ കോൾ വന്നപ്പോ ഞാൻ വന്നതാ. അത് മനസ്സിലായി നീ ഞാൻ പറയട്ടെ ഇനി ചെല്ലുമ്പം ഉള്ളടുത്ത് പറയണം ഈ പിച്ചി മാന്തി അംഗൻവാടി പിള്ളേർ കാണിക്കുന്ന കണക്ക് വണ്ടി തട്ടി ചൊറിനെന്നൊക്കെ പറഞ്ഞ് സിറ്റുവേഷൻ അണ്ടി സിറ്റുവേഷൻ എടുക്കരുത്. ഞാൻ ചോദിക്കട്ടെ അത്രയ്ക്ക് മൊണ്ണകളാണോ ഗ്യാങ്ങിലുള്ള ഞാൻ നിന്റെ കാര്യമല്ലേ പറഞ്ഞത് ഗ്യാങ്ങിലുള്ളവന്മാരെ കാര്യം ചോദിക്കുന്നത് വണ്ടി തട്ടി നമ്മൾ ഓൾറെഡി സിറ്റുവേഷനെ ക്ലിയർ ചെയ്യാൻ പറഞ്ഞു പിന്നെ വന്ന് കണ്ണാ അവൻ അതിനുള്ള കഴിവൊന്നും ഇല്ലടാ അവനെ ഏതെങ്കിലും ഗ്യാങ്ങിൽ എടുക്കും അതിനുള്ള കഴിവുണ്ട് ഇപ്പൊ നീ ഇപ്പൊ റേഡിയോ കോൾ കേട്ടില്ല അപ്പൊ നിന്നെ കൂട്ടണ്ട കൂടെയുള്ള കുട്ടി അങ്ങ് പറഞ്ഞാൽ മതി കപ്പലണ്ടിലുള്ള സൈഫർ തൊട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ പിച്ചി മാന്തി അംഗൻവാടി പിള്ളേർ മറ്റേ മനസ്സിലായ പിച്ചി മനസ്സിലായില്ല നിന്റെ ഗ്യാങ് ലീഡർ മൊണ്ണേന്ന് പറയടാ എന്റെ എങ്ങനെ കപ്പലണ്ടി ഗ്യാങ്ങില് പേര് പറഞ്ഞിട്ട് കൊണച്ചവന്റെ പേരെന്താ കൊണച്ചവന്റെ പേരെന്താ അറിയാമോടാ ഇവനറിയില്ല അതറിയില്ല മഞ്ഞമുടി എല്ലാരും ഇച്ചിരി ദൂരോട്ട് മാറുന്നേ ഒന്ന് എണ്ണിച്ചേ മോൻ മാത്രം ഒന്ന് എണ്ണിച്ചേ ഇരിക്കുന്ന ഉസ്മാൻ ഒന്ന് ഇവിടെ നിന്ന് എണ്ണിച്ചേടാ ജസ്റ്റ് ഒന്ന് എണ്ണിച്ചേ ഒന്ന് ദൂരോട്ട് ഇത് ജെഫേറിനൊന്ന് കൊടുത്തേക്കണേ ഞാനിപ്പോ ഒരു സാധനം തരാം കേട്ടോ നീ കൊടുക്കണം കേട്ടോ മറക്കല്ലേ എന്നാ എന്റെ മൂക്ക് തരാം കേട്ടോ ഫുഡ് മാറ്റം കൊടുക്കും കൂടെ ഉള്ളത് മണ്ണാളാന്ന് ഇവൻ അറിയത്തില്ല സോറി പറഞ്ഞിട്ട് എടുത്തോണ്ട് പോകാൻ മാപ്പ് വേണമെന്ന് നീ പറഞ്ഞു നിന്റെ റേഡിയോ മാപ്പ് വേണമെന്ന് പറഞ്ഞവനും നിന്റെ ലീഡറിനോട് പറയാൻ പറ നിന്റെ മനസ്സിലായില്ല
എടാ പറഞ്ഞുതരാം. ഈ സിറ്റുവേഷനിൽ ഏവനോ മാപ്പ് വേണോ, നമ്മള് മാപ്പ് പറയണോന്ന് പറഞ്ഞു. അവന്റെ അടുത്തും നിന്റെ ലീഡറിന്റെ അടുത്തും വരാൻ പറ. നിന്നെ വേണമെങ്കിൽ അതല്ലേ നിന്നെ വിടൂ കേട്ടാ. അവിടെ വന്നിട്ട് നിന്റെ ലീഡറും അവനും മാപ്പ് പറഞ്ഞിട്ട് പോകും. ഹലോ സഫേറെ എടാ റേഡിയോ ഞാൻ കയറാം. വെയിറ്റ് എടാ. ഞാൻ അവന്റെ ready തന്നെ. അവന്മാരെ gang ready തന്നെ. പറയട്ടെ. കയറാം. നീ എന്താ പറയണ്ട ചേട്ടൻ പറഞ്ഞത് അതുപോലെ പറയണേ. പറഞ്ഞു സെഫേറും എക്സ്ട്രാ ഒരു പോയിന്റ് ചേട്ടൻ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാ ഇവിടെ നമ്മുടെ ഗേറ്റിന്റെ വാതുക്ക വന്നിട്ട് പയ്യനെ കൊണ്ടുപോകാൻ പോണാണെന്ന് വന്ന് വിളിച്ചോണ്ട് വന്ന് വരാം അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോകാം. സഫേറിനോടും കൊണച്ചനോടും കൂടെ വരാൻ പറഞ്ഞാ പോരെ. അല്ല അത് ഞാൻ അല്ലല്ല 4 പേര് വരണം. സഫേറും കൊണച്ചോനും ബാക്കി 2 പേരും. രണ്ടുപേര് അത് ആർക്കാ നിങ്ങക്ക് തീരുമാനിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമുണ്ടോ? അത് ചൂസ് സഫേറും സഫേറും ഒരുപാട് രണ്ടുപേരും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കപ്പലണ്ടികൾ ഇവനെ ഫ്രണ്ടിലേക്ക് ഗ്യാങ്സിന്റെ ഫ്രണ്ടിലേക്ക് വരാൻ പറഞ്ഞു. അക്കി ഇവിടെ വന്നിട്ട് പറഞ്ഞപ്പോ നമ്മുടെ കണ്ടീഷൻ വാ പെട്ടെന്ന് വരാൻ പറയടാ മോനെ. നിനക്ക് പോണെങ്കി പെട്ടെന്ന് എന്തോടാ ചാറ്റിൽ എന്തോടാ കൊണ അല്ലെങ്കിൽ ഇരിക്കട്ടെ. നീ ആ ഗ്യാങ്ങിൽ കേറിയാനുള്ള ശിക്ഷ നിനക്ക്. വേഗം ഇറങ്ങി അവിടുന്ന്. എന്തോ അവിടെ കേറിയാനുള്ള ശിക്ഷ നിനക്ക്. വേഗം ഇറങ്ങി അവിടുന്ന്. അമ്മ ശരിയല്ല. ഓ എടാ നിന്റെ ഒക്കെ കുടുംബത്തിരിക്കുന്നവര് നിന്നെ ഒന്നും വേണ്ടേ? നിന്നെ വിലയില്ലടാ. ആ ഇപ്പൊ വരാന്ന് പറഞ്ഞു. ചാറ്റിൽ എന്തോടാ കൊണ അടിക്കുന്നവന്മാര് വിലയില്ലടാ. അതുമാർക്കും നിന്നെ വേണ്ടടാ. ഓ നീ നിന്റെ ഗ്യാങ് റേഡിയോ കേറി പോലെന്ന് പറ. ഗ്യാങ് റേഡിയോ കേറ്. നിന്റെ ഗ്യാങ് റേഡിയോ കേറി റേഡിയോയിലുണ്ട്. എന്നാ ഗ്യാങ് റേഡിയോ നോക്കട്ടെ. ഞെക്കി പിടിക്ക്. ഗ്യാങ് റേഡിയോ ഞെക്കി പിടി നോക്കട്ടെ. ഞാൻ ഹോസ്റ്റേജ് ആണ്. ഞാൻ പറയണ പോലെ തന്നെ പറ. ഞാൻ ഹോസ്റ്റേജ് ആണ്. വാർ ചാറ്റില് വായ് പൂട്ടിയിരുന്നില്ലേ? ഞാനിവിടെ കിടന്ന് എഴയും. അത് പറഞ്ഞേക്കും. ഞാനിവിടെ കിടന്ന് എഴയും. ഓക്കെ ഇനി ഒരു വാർ ചാറ്റ് ഇട്ട് കേട്ടോ. ഇനി വാർത്തയുടെ ലീഡർ മൊണ്ണ എന്ന് റേഡിയോ പറയിപ്പിക്കും. അതൊന്നും പറയണ്ട. ഇവ ആകെ 2 മാസമായിട്ടുള്ളൂ. എടാ ഞാൻ ഇന്റെ അടുത്ത് കലിപ്പുണ്ടായിട്ട് പറയണല്ല. നിങ്ങളെ മെമ്പേഴ്സ് ഹോസ്റ്റേജ് ഇരുന്നിട്ട് വാർ ചാറ്റ് ഇടണണ്ട. മനസ്സിലായാ? അതൊരു കഴിവില്ലായ്മയെന്ന്. ഇത്ര അടി കൊണ്ട് തൂറിയാലും ഭയങ്കര കഴിവനല്ലേ അണ്ണാ. നമ്മ ആ വഴി അങ്ങ് പോയേനെ. വണ്ടി മാന്തി പിച്ചി ചൊറിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മ വേറെ ആൾക്കാരായിട്ട് പോയേനെ. സത്യം പറഞ്ഞ പിന്നെ എനിക്ക് വേണം ഇങ്ങനെ പറഞ്ഞു മേടിച്ചു. എന്ത് ചെയ്യാനാന്ന് ഇവനെ കൊണ്ട്. പറ. നീ തല്ലാണാ? ഓ അതെ ഞാൻ തല്ലാണേ. ഇല്ലില്ല PL ഒന്നും 8 ഉള്ളൂ. 8 PL ഉള്ളൂ. ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മുടെ അടിയുടെ ടൈമിൽ ബിയിലുണ്ടായിരുന്നു. എന്തിലാട്ടെ അവരെന്തെങ്കിലും ചെയ്തു. നമ്മുടെ അടി നടന്ന ടൈമിൽ ബിയിലുണ്ടായി. എന്താടാ ഇടിച്ചാട്ട് എന്തിലാ? സുഹൈൽ ബോസ് ഹായ് ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു ചേട്ടാ. സോറിട്ടാ ഞാനാണ് വിടടാ മോനെ. അത് കുഴപ്പമില്ല. നിങ്ങൾ കേട്ടോ. എന്താ നിങ്ങൾ കേട്ടാലും പ്രശ്നം. പാവം പയ്യനെ ഇങ്ങനെ പിടിച്ചോണ്ടോ എന്തൊരു ഒരു നീചനാണ്. ഞാൻ ഇപ്പളാ അറിഞ്ഞാട്ടോ. ഒന്ന് ഇറങ്ങി കയറട്ടെ. അത് പറഞ്ഞപ്പോൾ എന്റെ ഫുഡും വെള്ളം എളിയാ. എന്തിനുണ്ട് തന്നാനേ? നീ ഇങ്ങോട്ട് തന്നാ കുറച്ച്. വേണോ? എനിക്ക് ഫ്രണ്ട് കിട്ടോ. നിനക്കുള്ള 2-3 വെച്ചിട്ട് ബാക്കിയെല്ലാം കിട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് വിളിച്ചിട്ട് എന്റെ ഗ്യാങ് മെമ്പേഴ്സ് വന്നില്ലേ? നിനക്ക് സന്തോഷ വാർത്ത. നിങ്ങളുടെ ഗ്യാങ് മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അണ്ണൻ വരാടാ. അത്രേ ഉള്ളു. എന്റെ ആണോ? സൈഫറാ? എന്റെ പേര് ജിംബ്രു.
അണ്ണ വരും അണ്ണന്റെ പേരെന്താ അണ്ണന്റെ പേരെന്താ നല്ലൊരു കാര്യം പറയട്ടെ. അത്രേ ഉള്ളു അണ്ണ മാസാട്ടാ അണ്ണ എങ്ങനെ അണ്ണനെ അന്റെ പറ്റി ഗാങ്ങിന്ന് ഇറങ്ങ്, അന്റെ ഗാങ്ങിന്ന് ഇറങ്ങ്, അതാണ് എനിക്ക് നല്ലത്. നീ അവിടുന്ന് ഇറങ്ങി, നീ അവിടുന്ന് ഇറങ്ങി. അവന്മാർക്ക് നിന്നെ നീ വേണ്ട. എന്തിനാ അവിടെ കയറി 2 മാസം നീ പറയല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്നെ എങ്ങനെ റിക്രൂട്ട് ചെയ്തേ? നിന്നെ പോലത്തെ പാവത്തെ ഞങ്ങൾ എങ്ങനെ അടിക്കാനാ? എങ്ങനെ പറയാലോ. അടിക്കാനാ? ഞാൻ അറിയാൻ പറ്റേ നീ ഉണ്ടെങ്കിൽ നമ്മള് നീ സത്യം പറയല്ലേ? എക്സ്പീരിയൻസ് എടുക്കാൻ കയറിയാണെങ്കിൽ ഇറങ്ങിക്കോ മോനെ. നീ നമ്മുടെ ഒരു അനിയനാണ്, മനസ്സിലായ? ഇറങ്ങ് ഇത് ഇറങ്ങ്. ആ പറയട്ടെ, അങ്ങനെയല്ല ജിംബ്രു നീ നമ്മുടെ ഒരു അനിയനാണ്, മനസ്സിലായ? ഓ നീ അവിടെ നിന്ന് ഇറങ്ങും. നല്ല വാക്ക് ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് ഇറങ്ങും. നല്ല നടപ്പിന് ഇത് അവിടെ എടാ ഇതിലും നല്ലത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ ഇതിലും നല്ലത് സിറ്റിസനായിട്ട് നടക്കും. ഇതിലും നല്ലത് ഞാൻ പറയട്ടെ, നീ അവിടെ ഇറങ്ങും. നീ നമ്മുടെ ഒരു അനിയനായിട്ട് നമ്മള് പറയുന്നത്, മനസ്സിലായ? നീ ഉണ്ടെങ്കിൽ നമ്മള് എങ്ങനെ നിന്നെ ഇനി എങ്ങനെ നമ്മൾ അടിക്കാൻ പറ്റുക? അതെ ഭീഷണി അണ്ണാ പ്രീ വാറില് കപ്പലണ്ടി ജിത്തുണ്ടോ നമ്മളോലത്തൂന്ന് അണ്ണൊന്ന് പേടിച്ചണ്ണ. പേടിച്ചോടിയന്മാരില്ലേ എടാ നമ്മളെന്തോ ചെയ്യുന്നു ഉസ്മാനെ? ഹലോ പേരെന്താ ബ്രോ? എടാ ജിത്തു ജീത്തുവാ? അളിച്ചുവിനെ റോഡിൽ നിന്ന് മാസടിച്ചവനല്ല മാപ്പോ. വാബൂട്ടി മിണ്ടായി, നീ വാബൂട്ടി മിണ്ടായി. നിന്റെ താളം കേൾക്കാനല്ലേ നിന്നെ ഇവിടെ വിളിപ്പിച്ചേക്ക്, മനസ്സിലായ? നിന്റെ താളം കേൾക്കാനല്ലേ നിന്നെ ഇവിടെ വിളിപ്പിച്ചേക്കുന്നത്. മാപ്പ് കാണാൻ പോലെ വണ്ടി വന്ന് ഞാൻ സത്യം കേട്ടെ, നീ ഉപ്പ അംഗൻവാടി വല്ലാണോ പഠിക്കുന്നത്? അംഗൻവാടി വല്ലാണോ പഠിക്കുന്നത്? നിന്റെയൊക്കെ ഹോസ്റ്റലിനെ നിനക്കൊക്കെ വേണം. എടാ ആരും മിണ്ടരുത്, നീ മനസ്സിലായോ? ഒറ്റ മിണ്ടല്ല ഞാൻ പറയുന്നതല്ല, ഇത് കണ്ടു ചെയ്യാന്നല്ലേ ഇവന്മാരെ അപ്പുറത്തെ താളം വിടാ. നിന്റെ അടുത്ത് വാർക്കാൻ പറഞ്ഞ നിന്നെ പോലെ നാട് മുഴുവൻ നിന്റെ ചെവിയില് മലയാളം കേറൂലേ? നിന്റെ മലയാളത്തിലല്ലേ പറഞ്ഞത് മിണ്ടായിരിക്കും? എടുത്തോണ്ട് പോയി തിന്നോ ചെല്ല് കേട്ടോ. അത്രയ്ക്ക് മൂത്തിരിക്കുകയാണോ? മനസ്സിലായില്ലേ? എണ്ണ എടുത്ത് നീ തിന്നോ, ഗ്യാങ്ങോസിൽ കൊണ്ടുപോയി ചെല്ല്. കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കേട്ടോ. ഗ്യാങ്ങോസിന്റെ എടുക്കാൻ വന്നിട്ട് മാസം നിന്നെ 3 പ്രാവശ്യം മേടിച്ചു. പറഞ്ഞിട്ട് വിട്, അവന്റെ ലീഡറിനെ കൂടെ പറയിപ്പിക്കുക. ഓ വിഷയം കൊള്ളാം. ചുമ്മാ ഇങ്ങനെയാണോ നീക്ക് സിറ്റുവേഷൻ എടുക്കാറ്? ഇങ്ങനെയാണോ നീക്ക് സിറ്റുവേഷൻ എടുക്കാറ്? സൂപ്പർ പേര്. അന്റെ മാസടി തലടിച്ചോളിക്കണം പോടാർന്ന്. മാസടിക്കുന്നുള്ള നിന്റെ തലക്ക് അല്ലല്ല വേറെ ആരും പറയാണ്, വേറെ കാര്യമാണ്. ഇതല്ല വേറെ, അതല്ല വേറെ. കാര്യം പറയട്ടെ. ഇല്ലാണ്ട് മിണ്ടായി, അവിടെ സംസാരിക്കുന്നവര് മിണ്ടായി. ഞാൻ പറഞ്ഞേക്ക്, ഇവന്മാരിപ്പൊ മാറി സംസാരിച്ചാണ്, പക്ഷെ അവന്റെ ഷൗട്ടായിരുന്നുള്ള പയ്യൻ മറന്നു. ഞാനും കേട്ടു. അറിയോ പയ്യന്മാരെ പ്ലാനിങ് ഇത്രയാണ്. അവന്മാര് നമ്മൾ ട്രിഗർ ആക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി വീഴാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്, അത് വെച്ച് അടിച്ചു തരാൻ. നമ്മ ഇന്നലെ ആണല്ലോ കളിക്കാൻ തുടങ്ങിയത്. അങ്ങനെട്ട് വന്നീല്ലേ അവിടെ നിക്കണവന്മാരുടെ പേരങ്ങോട് പറയണം. ജിത്തു ഉണ്ട്, പിന്നെ നിങ്ങളുടെ ഗാങ് ലീഡർ ഉണ്ട്. അതിങ്ങനെ ആ കപ്പലണ്ടി ജിത്തു, കപ്പലണ്ടി സൈഫറെ, സുഖല്ലേടാ നിനക്കൊക്കെ ചോദിക്കണം. ഞാൻ കപ്പലണ്ടി നീ ഒന്നും പറയണ്ട. എന്നിട്ട് അമ്മമാര് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി, അച്ചിട്ടും പറഞ്ഞാൽ മതി. അല്ലെ പറയാൻ പറയുമ്പോ പറഞ്ഞാൽ മതി.
തരണ്ടപ്പോ തരാം. നില്ല്. നീ പ്രസവിക്കാതെ നിനക്കിപ്പോ തരാം തരാം നിന്നില്ലേ ആരാന്നിപ്പോ പ്രസവിച്ചത് നീയാണോ പ്രസവിച്ചത് നീ വീണ്ടും നാളോട്ട് ഇപ്പൊ അടിച്ചാൽ അടിച്ചാൽ കൊന്നങ്ങോട് മാക്കേ ഭയങ്കര താളം മാക്കേ അടിച്ച് കൊന്നങ്ങോട് ചവിട്ടിലിട്ട് പറഞ്ഞ കേക്കട്ടെ എല്ലാരും ഉറക്ക കേക്കട്ടെ ഒരു 5 വട്ടം അങ്ങോട്ട് വിളിച്ചോമാരെ കപ്പലണ്ടർ ജിത്തു സുഖാണോ ആ പോരട്ടെ 5 വട്ടം പോരട്ടെ ഒരു ഉത്തരം പറയണവരെ പറയട്ടെ ഉത്തരം പറയടാ ചോദിക്കുന്ന ഉത്തരം പറയടാ എന്താണ്ടാ ഉത്തരം പറയടാ നീക്ക് എന്താണ്ടാ ചോദിക്കുന്നേ അല്ലല്ലോ ഉത്തരം പറയണവരെ പറഞ്ഞോട്ടെ എടാ കുട്ട എടാ എന്നാന്ന് ജിംബ്രൂട്ട അവര് ഉത്തരം പറഞ്ഞ ചോദിച്ചോണ്ടിരുന്നോട്ടാ ചോദിച്ചോണ്ടിരുന്നോ ആ നീ ചോദിച്ചോണ്ടിരുന്നോ തീരുമാനിക്കും നീ എവിടെ തീരുമാനിക്കണ കേട്ടാ എടാ വന്ന് തെറി വിളിച്ചു ചേട്ടാ എന്നാ ഹലോ ബ്രോ ഹോസ്റ്റേജിനെ വെച്ചിട്ട് റിട്രീവ് ചെയ്തിട്ട് ഇങ്ങനെ അടിക്കാൻ പറ്റുമോ പയ്യെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ ഹോസ്റ്റേജിനെ റിട്രീവ് ചെയ്യാൻ വരുന്നവരെ ഇങ്ങനെ അടിക്കാൻ പറ്റുമോ അടിക്കണല്ലേ തെറി വിളിക്കണം എന്തിനാണ് വന്നിട്ടിരുന്നത് മാനാട്ടിലൂടെ കാര്യം കണ്ടീഷനാണ് മനസ്സിലായോ നീ ഹോസ്റ്റേജിന് വാല്യൂ കൊടുക്കാണ്ടിരുന്ന കൊണക്കരല ഇരുന്നിട്ട് ഹോസ്റ്റേജ് നിക്കുമ്പോഴാണ് നിന്റെയൊക്കെ കോണ നീ ഹോസ്റ്റേജിലിരിക്കും അങ്ങോട്ട് കൊണക്കിരുന്നിട്ട് ചോദിച്ചാൽ അടിച്ചു കൊല്ലോണോ ഹോസ്റ്റേജിന് വാല്യൂ കൊടുത്തില്ല അടിച്ചു കൊല്ലാത്തിന് അടിച്ചു നീ വിട്ടോ നിന്നെ നീ കൊണച്ചില്ലല്ലേ നീ വിട്ടോ കൊണച്ചന്മാര് ഇവിടെ കിടക്കും മനസ്സിലായോ ഇനി കൊണക്കുന്ന ഇവിടെ കിടക്കും രണ്ട് സൈഡിൽ ലീവ് എന്താ സംഭവം എന്താ അവന്മാരെ അടിച്ചിട്ടേ അമ്മാജി കൊണച്ച് തെറി വിളിച്ചെന്ന് പറഞ്ഞത് അടിച്ച് അടിക്കണ്ടായിരുന്ന വേണ വേണ അതും പോയി പറയടാ ഹലോ ബ്രോ ഹലോ അഡ്മിനെ ഇതൊന്നും കാണുന്നില്ല എന്താണ് ഈ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ അല്ല ഇതൊക്കെ ഇപ്പൊ ചത്ത് കിടന്നിട്ട് കാണിക്കുന്നൊന്നും കാണുന്നില്ലേ എന്നിട്ട് ദേവം ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കും ഇപ്പത്തെ ലിറ്ററിന് സാറേ ഇപ്പത്തെ ചിത്തൂന്ന് പറയണോ അകത്ത് സംസാരിക്കല്ലേ ആരും അകത്ത് സംസാരിക്കല്ലേ ഇല്ല ഇവരൊന്നും കത്തിച്ചില്ല അല്ല അവര് നിങ്ങള് സസ്പെൻഷനാണ് നിങ്ങളുടെ ഡ്രസ് എല്ലാം മാറ്റണം ഓക്കെ ഗ്യാങ് ഹൗസിൽ ഇറങ്ങണേ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങാൻ പറ എല്ലാത്തിന്റെ അടുത്ത് എടാ എല്ലാരും ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങി കേട്ടാ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കോ അതെന്താ ഐഡിയ നീ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് നീ തന്നെ നമുക്ക് മേടിച്ചെന്നല്ലടാ അമ്മാര് തെറി വിളിച്ച് കണ്ടീഷൻ പറയുമ്പോ ഇങ്ങനെ കൊണച്ചോണ്ടിരിക്കുന്നതിന് അല്ല അതിനൊരു ആക്ഷൻ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ കൊണച്ചോണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ഇല്ലേ കണ്ടീഷൻ പറയുമ്പോ ഞാൻ കാര്യം ഈ കണ്ടീഷൻ പറയുമ്പോ അവിടെ കൊണച്ചോണ്ടിരിക്കുന്നതിന് തെറി വിളിക്കുന്ന ആക്ഷൻ ഒന്നും ഇല്ലേ അത് പുറത്ത് സംസാരിക്കാം അത് മാത്രം പുറത്തല്ലേ അത് മാത്രം പുറത്ത് ഒരുമിച്ച് ഒറ്റക്കാരൻ ഞാൻ പറഞ്ഞോട്ടെ ഓൾറെഡി ഗോഡ് പെട്ടിൽ ഇറങ്ങി വന്നിട്ട് ആവശ്യമില്ലാതെ ട്രിഗർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സൈഡിൽ മിണ്ടായിരുന്നു നമ്മൾ കേട്ടോണ്ടിരുന്നാണ് നമ്മുടെ ട്രിഗർ ഇങ്ങോട്ട് ചെയ്തിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ നമ്മൾ കേട്ടോണ്ടിരുന്നു കൂടുതൽ സംസാരിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നാ ഞാൻ കണ്ടിട്ടില്ല പുറത്തുള്ളവരോ പി ഒ ഉള്ള ഗ്യാങ് ലോബിയിലുണ്ടോ ഒന്നും ആയിരിക്കണേ പെട്ടിയൊക്കെ എടുത്തിറങ്ങിയ പെട്ടി ഇങ്ങടൊക്കെ ഇറങ്ങിക്കോട്ടെ പെട്ടി എടുക്ക എല്ലാരും
അല്ല ഞാൻ അവന്മാര് ഇത് കണ്ടീഷനിൽ തെറി വിളിച്ചാൽ മാത്രം പുറത്ത് ആക്ഷനാ. ഓൾറെഡി കോള് പറഞ്ഞാണ് അവന്മാരോട് ഇങ്ങനെയാണ്. അല്ല അതിന് നമ്മൾ തിരിച്ച് തെറി വിളിച്ചില്ലല്ലോ, കൊണച്ചവന്മാർ അടിച്ചിട്ടില്ലേ. ഞാൻ പറയട്ടെ, RP ബേസിൽ വന്ന് കൊണച്ചോണ്ട് നമ്മൾ വീണ്ടും കേട്ടോണ്ടിരിക്കണോ? കോലിഡർ ലീഡറിന്റെ അടുത്ത് പറഞ്ഞോണ്ടിരുന്ന അത് പുറത്താണ് തീരുമാനിക്കുക, മനസ്സിലായോ? പറഞ്ഞൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ നീ ഹെൽപ്പ് ഇട്ടിട്ട് കാര്യം പറയണം. അവര് ഓൾറെഡി മോളിലുണ്ടല്ലോ. ഫ്ലോ RP ഒക്കെയാണെങ്കിൽ അവൻ ചെയ്ത ഒരു തെറ്റൂല, അത് ഞാൻ പറയും കേട്ടാ. പിന്നെ അഡ്മിൻസ് ഒക്കെ പണ്ട് കൊണക്കാനൊന്നും ഒന്നും ഇടുന്നില്ലായിരുന്നു പണ്ടേ വന്നിട്ട് അഡ്മിൻസ്. ബാക്കി രണ്ടാമത് വേറെ തെറി വിളിച്ചതും കൊണച്ചവനെ മാത്രമാണ് അടിച്ചു വന്നത്. സംസാരിക്കണ്ടാവും. നീയല്ല അടിച്ചിട്ട് അവിടെ എവിടെയും പോയിരിക്കും.